യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മളെ ഈ പ്രഭാതയാമത്തിൽ ധാരാളമായി അനുഗ്രഹിപ്പാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എത്ര മഹത്വവും അനുഗ്രഹീതവുമായ പദ്ധതിയാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയുവാൻ കഴിയുമോ എന്നതാണ് നമ്മുടെ പ്രധാന ചോദ്യം. അതെ, നമുക്ക് കഴിയും. കാരണം നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അനേകം ദൈവമക്കളും ദൈവിക പദ്ധതി അറിയുവാൻ കഴിയാതെ സ്വന്തം പദ്ധതികൾക്കും പിശാചിന്റെ പദ്ധതികൾക്കും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നശിപ്പിക്കപ്പെടുന്ന കാഴ്ച നമുക്ക് ചുറ്റുപാടും കാണുവാൻ കഴിയും. ദൈവഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവിക പദ്ധതിയിൽ നടക്കുവാൻ നാം എന്ത് ചെയ്യണം? നാം ജനിച്ചപ്പോൾ നമ്മുടെ ചിന്തകൾ നിർമ്മലമായിരുന്നു. എന്നിരുന്നാലും പിന്നീട് ദുശ്ചിന്തകളാൽ മനസ്സ് മലിനപ്പെടുവാൻ നാം അനുവദിച്ചു. ഓരോ ദുശ്ചിന്തയും നമ്മുടെ ശുദ്ധ മനസ്സിനെ കറപിടിപ്പിക്കുന്ന ഓരോ കറുത്ത പുള്ളിയാണ്. മനസ്സിനെ നാം ഇങ്ങനെ മലിനപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ കറുത്ത പുള്ളികൾ അധികരിക്കുകയും അത് മനസ്സിനെ പൂർണ്ണമായി മലിനമാക്കുകയും ചെയ്യും. ദൈവത്തിന്റെ പദ്ധതികൾ മഹത്വമുള്ളവയാണെങ്കിലും നമ്മുടെ മനസ്സ് ശുദ്ധവും കറയില്ലാത്തതുമായിരുന്നാൽ മാത്രമേ അത് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. പ്രിയ ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റണമെന്ന് നീ യഥാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്നാൽ അതറിയുവാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. കുഞ്ഞാടിന്റെ രക്തത്താലും പരിശുദ്ധാത്മ ശക്തിയാലും എല്ലാ ദോഷകരമായ ചിന്തകളെയും കീഴടക്കുക. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ നിന്റെ മനസ്സിൽ എഴുതേണ്ടതിനും അവ നിറവേറപ്പെടുവാൻ കൃപ ലഭിക്കേണ്ടതിനും നിന്റെ മനസ്സ് ശുദ്ധവും നിർമ്മലവുമായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിന്റെ ക്രിസ്തീയ ജീവിതം പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ ആനന്ദത്താൽ നിറഞ്ഞതുമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവും. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടി: സ്വർഗീയ പിതാവേ നിന്തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ, നിൻഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ നല്ല സമയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മനസ്സ് നമുക്ക് എങ്ങനെ അറിയാം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ചില നിമിഷങ്ങൾ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി, ചിന്തിക്കുകയുണ്ടായി. ദൈവകരങ്ങൾ നമ്മൾ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പ്രഭാത യാമത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല പ്രഭാതയാമത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ രുചിച്ചറിയുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സാവകാശത്തിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ മനസ്സ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെക്കുറിച്ച് ദൈവേഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവ പദ്ധതിയിൽ നടക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ഇന്ന് പകൽക്കാലം ഈ പ്രഭാതയാമത്തിൽ തന്നെ ഞങ്ങളെ ഓർപ്പിച്ച വലിയ ദയയ്ക്കായി സ്തോത്രം. അവിടുത്തെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ പാടിയതുപോലെ അവിടുത്തെ ഹിതം ചെയ്യുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. അവിടുത്തെ പ്രിയപുത്രൻ ചെയ്തതുപോലെ ഞങ്ങൾക്കും അവിടുത്തെ ഹിതം ചെയ്യുവാനുള്ള വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ.
അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ആലോചനകൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ നാമം മഹത്വം എടുക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.